ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബെൻഡിഗോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ബെൻഡിഗോ എന്ന് പറയുന്നത് മെൽബണിൽ നിന്നും ഒരു 2.5 hours ഡ്രൈവ് ഉണ്ട്. നമ്മുടെ ക്യാൻബറയിൽ നിന്നും ഒരു 7 hours ഡ്രൈവ് ഉണ്ടാകും. ഇപ്പോൾ സമയം 12 മണിയായി. ഞങ്ങളിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ വണ്ടി ഓടിക്കുന്നതേ ഇല്ല, ഫുള്ള് ഹൊസാനെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങ് വരെ വണ്ടി ഓടിച്ചോളാമെന്ന്. പാസഞ്ചർ പ്രിൻസസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടൈം പാസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. കുറച്ച് പോപ്കോൺ ചിക്കനും കുറച്ച് ഡിസേർട്ടും ചോക്ലേറ്റ് മോസും അങ്ങനെ അതും ഇതൊക്കെ കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനമായ കാര്യം ഇന്നത്തെ. ക്യാൻബറയിൽ നിന്ന് മെൽബൺ പോകുന്ന വഴിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാനോല ഫീൽഡ്സ് മാത്രമായിരുന്നു കേട്ടോ ഉള്ളൂ. അങ്ങ് വരെ യാത്ര ഭയങ്കര ബോറടിയായിരുന്നു. നമ്മൾ എത്ര നേരം എന്ന് വെച്ചാണ് നമ്മൾ പാട്ടൊക്കെ കേട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. എനിക്ക് എന്തായാലും വണ്ടിയെ പോകുമ്പോൾ ഉറങ്ങാനും പറ്റത്തില്ല. എനിക്ക് തീരെ പറ്റില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് എന്നെക്കൊണ്ട് ഒട്ടും പറ്റത്തില്ലാത്ത കാര്യമാണ് കേട്ടോ. സോ ഇതുപോലെ ഈ കാണുന്ന പോലെയാണ് ക്യാൻബറയിൽ നിന്നും അങ്ങ് മെൽബൺ എത്തുന്നിടം വരെ. ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് ഒരു ടൗൺ പോലെയുള്ളത് വരും. അല്ലെങ്കിൽ ഇതുപോലെ 2 സൈഡിലും മരങ്ങളും കുറച്ചധികം എന്താ പറയുക, ഇവിടെ ഓസ്ട്രേലിയയിൽ കൂടുതലും ഫാം ലാൻഡുകളാണല്ലോ, അപ്പം കൂടുതലും അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര ഫുൾ അങ്ങ് വരെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്കൊക്കെ നിർത്തിയാണ് പോകുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 7 മണിക്കൂർ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു 2-3 എടുത്ത് നിർത്തി ഇടയ്ക്ക് റെസ്റ്റ് റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തത്. ഇത് കണ്ടില്ലേ ഞങ്ങൾ എവിടെയാണെന്ന്? ഇത് എപ്സം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഡാൻ മർഫീസ് എന്ന് പറയുന്ന ലിക്കർ സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പോകുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കയറി നമ്മളൊരു വിസ്കി വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് വെള്ളടി പാർട്ടിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. എന്തായാലും ഫൈനലി ഹൊസാന ഒരു സ്പെഷ്യൽ വുഡ്ഫോർഡ് റിസർവ് എന്ന് പറയുന്ന ഒരു വിസ്കി തന്നെ കണ്ടുപിടിച്ചു. അത് നമ്മൾ വാങ്ങി നല്ല കവറിലിട്ട് പാക്ക് ചെയ്ത് വി ആർ ടേക്കിംഗ് ഇറ്റ് ഹോം. കറക്റ്റ് 7 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ഇരുട്ടായി. നമുക്ക് ഉള്ളിലോട്ട് പോകാവേ. ഒരു മിനിറ്റ് ഞാൻ ചെരുപ്പ് പറട്ടെ. ഹലോ ഹലോ. ഇയാള് വ്ളോഗറായിട്ടാണ് കരുതുന്നത്. ഗെയിം കളിക്കുകയാണോ? അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ചെറിയ ബേബീനെ എടുത്തു കേട്ടോ. ഈ ബേബിയുടെ പേരാണ് ആഷർ ജിജോ. ഇവനാണ് നമ്മുടെ വീട്ടിലത്തെ യങ്ങസ്റ്റ് വൺ. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ചിറ്റപ്പനും ചിറ്റമായി എല്ലാം നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരത്തെ കിടന്നുറങ്ങുന്നവരാണ്. അപ്പം നമ്മളും ആ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. What are we gonna watch? YouTube? Okay. Ross, there's now Lego. I like Legos. Why is this thing like? Where's the gun? Where's the gun? Which one? What are you looking for? I'm looking for YouTube. You're looking for YouTube? Channels.
I'm going to show you in YouTube. Okay. Got my channel. വിളിക്കാൻ പോണോ? അയ്യോ പേടിക്കുന്ന ഞാൻ ഇട്ടാലല്ലേ ഉള്ളു. എന്താണ് ഇതാരത്? ഞാനാണത്. ആകെ 59 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഞാനും ഉണ്ട്. ഇവിടെ അല്ലേ മൈ ബിഗ്ഗസ്റ്റ് ഫാൻ അല്ലേ അബൂട്ട? ഉണ്ടോ? എനിക്കിത് മതി. ഞാൻ ഇതിനു വേണ്ടിട്ടാ വീഡിയോ ഇടുന്ന. ബേബ് ബേബ് என்னோட பிகெஸ்ட் ஃபேன் தெரியுமா? அப்படியா? ஆமா. யாரு? You're not my fan? You're No. not my fan? Hosanna also has a channel. I have to listen to it. Because they have a the bitrate is high. So when I put it in video editing app, it's going to take a lot of time. It's not seamless. So I have to കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വർത്തമാനം പറയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു. ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വന്നതിന് ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് എല്ലാവരും നേരത്തെ കിടന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. സോ അവരെല്ലാവരും പള്ളിയിൽ പോയേക്കുവാണ്. നമ്മൾ രണ്ടുപേരും ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ആ പള്ളിയിൽ പോവാത്തത് കൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ഓൺലൈനിൽ മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറച്ച് നേരം കുട്ടികളുടെയൊക്കെ കൂടെ കളിച്ചു, അങ്ങനെയൊക്കെ. ഇന്ന് ആഫ്റ്റർനൂണാണ് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒരുമിച്ചുള്ള സെലിബ്രേഷൻസൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പള്ളിയിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊക്കെ കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരുമായിരിക്കും. ഒരു 25 തുടങ്ങി 30 വരെ ആൾക്കാരുണ്ടാവും എന്നാണ് പറയണേ. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ജസ്റ്റ് വെളിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ യെസ്, സീ ദെൻ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു ടൗൺ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് 18 minutes ആണ് ഡ്രൈവ് കാണിക്കുന്നത്. നല്ല ദിവസമാണ് കേട്ടോ ഒന്ന്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ ഓർത്ത് ഇവിടെ ക്യാൻബറേനേക്കാളൊക്കെ കുറച്ചും കൂടെ തണുപ്പുണ്ടാവും എന്ന്. പക്ഷേ അത്ര ഒരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. ഐ തിങ്ക് ക്യാൻബറയിൽ ഇതാ കുറച്ചും കൂടെ അധികം തണുപ്പെന്ന് തോന്നുന്നു. What do you think? I think it's great. Cool. ഞങ്ങളിവിടെ വൂളീസിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഹൊസാനയ്ക്ക് കുറച്ച് ഹെയർ കളറും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഈ ഫ്ലവർ കണ്ടു. നല്ല രസമുള്ളൊരു ബൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ചിറ്റപ്പൻ്റെയും ചിറ്റമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഈ ഒരു ബൊക്കെ അവർക്ക് വേണ്ടി വാങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. രസമുണ്ട് കാണാൻ അല്ലേ. ബെൻഡിഗോ, ഇതാണ് ബെൻഡിഗോ ടൗൺ. എല്ലാം ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറയാം. എല്ലാം പഴയ സ്ട്രക്ചറാണ് കേട്ടോ. കണ്ടോ, പഴയ ആർക്കിടെക്ചറാണ് എല്ലാം. പക്ഷെ ബെൻഡിഗോ ഇത്രയും ടൗൺ ഇത്ര വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഓർത്തു വളരെ ഒരു പ്രാന്ത പ്രദേശമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ കുറേയൊക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആണോല്ലേ? கண்டா இருக்குது. அந்த பில்டிங் வித்து லூயி விட்டான்ல போட்டோன்னா சமய போவாங்க. That's true. But who's going to buy Louis Vuitton here? ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവർ പള്ളി കഴിഞ്ഞ് വന്നിരുന്നു. കൂടെ ഇവിടെയുള്ള മലയാളി ഫാമിലികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കുട്ടികളും ഒത്തിരി കുട്ടികളും ബഹളവും ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിരുന്നു എല്ലാവരും. ഇവിടെ ചെറിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാലും വഴക്കാന്നാണ് പറയണേ. എന്തായാലും നമ്മുടെ അടുക്കളയിലും ഒക്കെ കുറച്ച് ആൻറ്റിമാരും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ചേട്ടന്മാരെല്ലാവരും പുറത്ത് നിന്ന് ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കുറേ വേറെ കുട്ടികളുള്ളവരെല്ലാവരും ആഷറൂട്ടിനെ നോക്കുന്നവരുണ്ട്. പുറത്തുനിന്ന് അത്യാവശ്യം കാറ്റുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവരങ്ങ് സെറ്റ് ചെയ്യുന്ന ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതൊന്നും അങ്ങ് സെറ്റാവുന്നില്ല. ബലൂണൊക്കെ വെച്ചിട്ട് എല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ എവിടെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
2 മണി ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ പേരൊക്കെ അവിടെ ഇവിടെ ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹൊസാനയും അബൂട്ടനും കൂടെ കുറേ നേരം അവിടെ ഇവിടെ കാറും അതും ഇതൊക്കെ ആയിട്ട് കളിയും ബഹളമൊക്കെ ആയിരുന്നു. Eyes look like this. This one is old. No, it's mine. Yeah. It's not old. Here. No, it's not. It's not old. It's new. For safety, I'll take it more bright. Yes. So that you can just reduce the exposure. കാറ്റിനോട് അങ്ങനെ ഫൈനലി നമ്മൾ സുല്ല് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെക്കറേഷൻ ഉള്ളിലോട്ട് തന്നെ മാറ്റി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സെറ്റപ്പ്. നല്ല രസമുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ കാണാനായിട്ട്. ഭയങ്കര കോർ മെമ്മറീസ് ആണല്ലോ. അബൂട്ടൻ്റെ 5th ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഹൊസാന അവിടെ ക്യാമറ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീച്ചേട്ടനും ആ കൂടെ കൂടുന്നുണ്ട്. ഇങ്ങനെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനിടയ്ക്കടെ കുറച്ച് വീഡിയോ എനിക്കുള്ളതെടുത്തു. അങ്ങനെ ചിറ്റമായി ഒരു പ്രാർത്ഥനയോടുകൂടി കൊച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൾ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ആദ്യത്തെ എന്താ പറയുക ബർത്ത്ഡേ ആണ് അബൂട്ടൻ്റെ കൂടെ, അതും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആഷറൂട്ടൻ ഉണ്ടായതുകൊണ്ട് അവരിവിടേക്ക് വന്നതാണ്. അപ്പോൾ അബൂട്ടൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് എല്ലാവരും മുറിച്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചിറ്റമ്മയുടെയും ചിറ്റപ്പൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ 2 സെലിബ്രേഷനും കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ കൂടെ കൂടി ഇവരെ ചെറുതായിട്ട് കളിയാക്കുകയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാവരും അടിപൊളിയാണ്. ഇവരെല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടീമാണ്. ഇവർ അയർലൻഡിൽ നിന്ന് വന്നവരും ഉണ്ട് കേട്ടോ. ഒരുമിച്ച് അയർലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് തുടങ്ങിയുള്ള ഒത്തിരി വർഷങ്ങൾ മുന്നേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവരൊരു ഭയങ്കര ഒരു അടിപൊളി ഗ്യാങ്ങാണ് ഇവിടെ. മൊത്തം എത്ര മക്കളാണ്? 2 പേര്. ഒരു ആണും ഒരു പെണ്ണും. അപ്പൊ അങ്ങനെ വായിൽ കേക്ക് എടുത്ത് ഇല്ല നീ മാറിയിട്ടോ ജിജു ഒന്ന് മാറിയിട്ടോ പ്ലീസ്. മതി ഓവറായി മാറി. ഒരു ഉമ്മ കൊടുത്തേ. അങ്ങനെ ഒരു ഉമ്മ കൊടുത്തേ. ഒരു മരണം വരെ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളി തമാശയൊക്കെ പറഞ്ഞ് കുറേ സമയമൊക്കെ പോയി. ഈ കേക്ക് കട്ടിങ്ങിന് ശേഷം നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കൂടിയിരുന്നു. ഒന്നും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെയും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പുറത്ത് അങ്കിളുമാരെല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് വെള്ളടിയും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും കൂടെ കൂടി കഴിച്ചു കൂട്ടി കേട്ടോ. പക്ഷേ നല്ല ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും എന്തായാലും. ഉറങ്ങി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് ക്യാൻബറയ്ക്ക് പോവാണ്. ഞാൻ യൂട്യൂബിലിടും, തീർച്ചയായും ഇടും. ബ്ലർ ചെയ്തേക്കാം. ബൈ ചിറ്റുമായി. ശരി കേട്ടോ. ബൈ ബേബി. Bye, mommy. Take care. ശരി എന്നാ ബൈ ബൈ. ഓക്കെ.
അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ബെൻഡിഗോ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പം അതേ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ജസ്റ്റ് കാനോളോ ഫീൽഡ്സും കുറേ മരങ്ങളും ഒക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്തായാലും ചിറ്റമായും ചിറ്റപ്പനും മാർച്ചിൽ ഓസ്ട്രേലിയയിലേക്ക് വന്നവരാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പോയി കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭം, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ എന്തായാലും പോയേക്കാം എന്നോർത്ത് ഞങ്ങളൊരു എക്സ്ട്രാ ദിവസം ലീവൊക്കെ എടുത്ത് അങ്ങനെ പോയതാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കുറേ ടൈമൊക്കെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ സമയം 8:30 ആയി. നമ്മൾ ക്യാൻബറയിൽ എത്തിയതേ ഉള്ളൂ. എത്തിയ ഉടനെ ജീച്ചാൻ്റെ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരോട് നമ്മൾ അറിയിച്ചു നമ്മളിവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലൊന്നുമില്ല കഴിക്കാൻ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ ബെൻഡിഗോ യാത്ര. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, വണക്കം.